IV ഫിയറിൽ നമ്മൾ എഗ് ആസ്പിറേറ്റ് ചെയ്ത് നമ്മൾ ഫ്ലൂയിഡ് കൊടുക്കും. അവിടെ ഊസ്റ്റൈമിലസ് കോംപ്ലക്സ് ആണ് നമ്മൾ എംബ്രിയോളിസ്റ്റിലേക്ക് കൊടുക്കുന്നത്. അതിൽ നിന്ന് അവർ എഗ് എടുത്ത് സ്പേമിനെ ഇഞ്ചെക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അവിടെ അവർ മോർഫോളജിക്കലി ആരോഗ്യമുള്ള എഗ്ഗും ആരോഗ്യമുള്ള സ്പേമുമാണ് അവർ ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഹെൽത്തി ആണെന്ന് തോന്നിയാലും അയാൾ പൂർണ്ണമായിട്ട് ഹെൽത്തി ആണോന്നില്ല എന്ന് പറഞ്ഞ പോലെ ആരോഗ്യമുള്ളൊരു എഗ്ഗും ആരോഗ്യമുള്ളൊരു സ്പേമും അതിൻ്റെ ഘടന കണ്ടിട്ടാണ് എംബ്രിയോളിസ്റ്റ് അണ്ടത്തിനുള്ളിലോട്ട് ബീജാണുക്കൾ ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്. പക്ഷെ അത് പൂർണ്ണമായിട്ട് ഹെൽത്തി ആണോന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് എല്ലായ്പ്പോഴും നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന എല്ലാ സ്പേമിനും എഗ്ഗിനും ഹെൽത്തി ആയിട്ടുള്ള എംബ്രിയോ കിട്ടണമെന്നില്ല. അതുപോലെ തന്നെ എംബ്രിയോ വരുമ്പോഴും മോർഫോളജിക്കലി ആയിട്ട് അത് നോർമലാണെന്ന് തോന്നിയാലും അതിൻ്റെ ഘടനയിൽ അത് നോർമലാണെന്ന് തോന്നിയാലും അത് ചിലപ്പോൾ അത് ഫങ്ഷണലി നോർമലാണോന്നില്ല. ഇപ്പോൾ നമ്മൾ ഒരാളെ ഹെൽത്തി ആണോ എന്നറിയാൻ അയാളെ കണ്ടാൽ മാത്രം പോരാ, നമ്മൾ അയാളുടെ സ്കാൻ ചെയ്യണം, അയാളുടെ ബ്ലഡ് പരിശോധനകൾ ചെയ്യണം. അപ്പം നമുക്കത് അറിയാൻ പറ്റും. അപ്പം എന്നിട്ട് നമുക്കത് രണ്ട് രീതിയിൽ നമുക്ക് ഈ എംബ്രിയോ ചെയ്യാൻ പറ്റും. ഒന്ന്, നമുക്ക് ആ സൈക്കിളിൽ തന്നെ ട്രാൻസ്ഫർ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ആ എംബ്രിയോ എടുത്ത് പിന്നീട് ഫ്രീസ് ചെയ്തിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഈ ഫ്രീസ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ചില ഗുണങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഓവറിയെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ഹോർമോൺ വരുമ്പോൾ ആ സൈക്കിളിൽ യൂട്രസിൻ്റെ ആവരണം അത്ര അനുകൂലമാകത്തില്ല. യൂട്രസിൻ്റെ ആവരണം അത്ര അനുകൂലം ആകാതെ വരുമ്പം ആ എൻഡോമെട്രിയത്തിന് എംബ്രിയോ സ്വീകരിക്കാനായിട്ടുള്ള കഴിവ് കുറയും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ എംബ്രിയോ ഫ്രീസ് ചെയ്ത് നമ്മൾ വയ്ക്കുന്നത്. അപ്പം പിന്നീട് യൂട്രസിൻ്റെ ആവരണം അനുകൂലമാക്കിയിട്ട് നമുക്ക് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മുടെ വിജയസാധ്യത കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ ആളുകളുടെ ഒരു സംശയം, നമ്മൾ എംബ്രിയോ ഫ്രീസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം വരുമോ എന്നുള്ളതാണ്. അവിടെ നമ്മൾ എംബ്രിയോ ലിക്വിഡ് നൈട്രജനിൽ നമ്മൾ ഫ്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുള്ള പ്രത്യേക മീഡിയകളുണ്ട്. അതിനാണ് എംബ്രിയോ ഫ്രീസിങ് മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ആളുകൾക്ക് അറിയേണ്ടത് എത്ര നാൾ നമ്മൾ അതങ്ങനെ ഫ്രീസ് ചെയ്ത് വെക്കാം, എത്ര നാൾ വേണമെങ്കിലും നമുക്കത് ഫ്രീസ് ചെയ്ത് വെക്കാം. അതുകൊണ്ട് പ്രത്യേക കേടുപാട് വരത്തില്ല. നമ്മൾ എംബ്രിയോ ഫ്രീസ് ചെയ്ത് പിന്നീട് അതിനെ തിരിച്ച് 37 ഡിഗ്രി കൊണ്ടുവരുന്നതിനാണ് തോയിങ് എന്ന് പറയുന്നത്. എംബ്രിയോ ഫ്രീസ് ചെയ്ത് തോയ് ചെയ്യുമ്പോഴാണ് നമ്മുടെ എംബ്രിയോയ്ക്ക് ഡാമേജ് വരാനുള്ള സാധ്യത. ആ എംബ്രിയോ ഫ്രീസിങ് തോയിങ് സമയത്താണ് നമുക്ക് ഡാമേജ് വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുന്നത്. അപ്പോൾ നമുക്ക് എംബ്രിയോ നമ്മൾ എടുക്കുന്ന സൈക്കിളിൽ തന്നെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതിനാണ് ഫ്രഷ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. എംബ്രിയോ നമുക്ക് ഡേ 3, ഡേ 5, അപ്പം നമ്മൾ എടുക്കുന്ന ഡേയ്ക്കാണ് ഡേ 0 എന്ന് പറയുന്നത്. പിന്നെ ഡേ 2, ഡേ 3, ഡേ 1 അത് ഫെർട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. ഡേ 3 അതിൻ്റെ ഫീച്ചേഴ്സ് അവർ സ്റ്റഡി ചെയ്യും. പിന്നെ ഡേ 3 അല്ലെങ്കിൽ ഡേ 5 നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പോൾ ഡേ 3 നമ്മൾ ചെയ്യുന്ന എല്ലാ എംബ്രിയോയും ചിലപ്പോൾ ഡേ 5 വരെ എത്തണമെന്നില്ല. ഇപ്പോൾ കൂടുതൽ എംബ്രിയോ ഉണ്ടെങ്കിൽ നമുക്ക് ഡേ 5 വരെ എത്തുന്നുണ്ടോ എന്ന് നോക്കാം. എംബ്രിയോയുടെ നമ്പർ കുറവാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഡേ 3 നമ്മൾ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്ന വരും. അപ്പം എന്നിട്ട് ഈ എംബ്രിയോ നമ്മൾ പ്രത്യേക ട്യൂബ് വെച്ചിട്ടാണ് നമ്മൾ യൂട്രസിനുള്ളിലേക്ക് കടത്തുന്നത്. അപ്പോൾ ഈ എംബ്രിയോളജിസ്റ്റാണ് പ്രത്യേക കത്തീറ്ററിൽ എംബ്രിയോ നമുക്ക് ലോഡ് ചെയ്ത് തരുന്നത്. എംബ്രിയോ ലോഡ് ചെയ്ത് നമ്മൾ പ്രത്യേക കത്തീറ്റർ തന്ന് നമ്മൾ യൂട്രസിനുള്ളിലേക്ക് അൾട്രാസൗണ്ട് വഴി കടത്തുന്നു. എന്നിട്ട് നമ്മൾ ഈ എംബ്രിയോ നമ്മൾ യൂട്രസിനുള്ളിലേക്ക് കടത്തുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് 3D അൾട്രാസൗണ്ട് വഴി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കറക്റ്റ് ലൊക്കേഷനിൽ നമ്മളെ സഹായിക്കും. അപ്പോൾ ഈ എംബ്രിയോ കടത്താൻ എന്തെങ്കിലും ഡിഫിക്കൽറ്റി ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ നമ്മൾ ട്രാൻസ്ഫറിന് മുമ്പ് ട്രയൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ എംബ്രിയോ കത്തീറ്റർ കടത്തുമ്പോൾ അവിടെ ബ്ലഡോ ഡിഫിക്കൽറ്റിയോ വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാകാം. അപ്പോൾ അത് നമ്മൾ ഈ ട്രയൽ ട്രാൻസ്ഫർ ചെയ്യുന്ന നമ്മൾ നല്ലതാണ്. അപ്പം ട്രയൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ പ്രൊസീജിയർ നമ്മളെ സഹായിക്കും. അപ്പം IVF-ൽ നമ്മൾ വിജയസാധ്യത ഇരിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന എക്വാളിറ്റി നല്ലതാവണം. എക്വാളിറ്റി നല്ലതാവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇഞ്ചക്ഷൻ്റെ ക്വാളിറ്റി വളരെ നല്ലതായിരിക്കണം. നമ്മുടെ സൈക്കിൾ മോണിറ്ററിങ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം. പേഷ്യന് ഹോർമോൺ വ്യതിയാനം ഉണ്ടെങ്കിൽ ആ ഹോർമോൺ വ്യതിയാനം കറക്റ്റ് ചെയ്യണം. പുരുഷ ബീജാണുക്കളുടെ നിലവാരത്തെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഹസ്ബൻഡിന് വെരിക്കോസിലോ ഇൻഫെക്ഷനോ ഹോർമോൺ തകരാറുണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ചെയ്യണം. പുകവലി,
അങ്ങനെയുള്ള അമിത തൂക്കം, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് കറക്റ്റ് ചെയ്യുന്ന നമ്മളെ സഹായിക്കും. എന്നിട്ട് നമ്മൾ എംബ്രിയോ യൂട്രസിനുള്ളിൽ കടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ IVF-ന്റെ സക്സസ് ഇരിക്കുന്നത് നമ്മൾ കളക്ഷൻ, എംബ്രിയോ ഫ്രീസിങ്, എംബ്രിയോ ട്രാൻസ്ഫർ, ഈ ഘടകങ്ങളെല്ലാം നമ്മുടെ വിജയസാധ്യത വളരെയേറെ ബാധിക്കുന്ന ഘടകങ്ങളാണ്.